അമലെ പ്ലീസ്, ഞാൻ ഒരിക്കലും നിന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നീ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ടാണോ? അയ്യോ അല്ലടാ, ആക്ച്വലി പ്രേമിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാൻ. നിനക്കറിയാമല്ലോ, അച്ഛൻ മരിച്ച പിന്നെ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ജോലിയാണ്, അല്ലാതെ പ്രണയിച്ച് നടക്കലല്ല. എന്നും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ഈ സൊസൈറ്റി, എൻ്റെ ഫ്രണ്ട്സ്, എന്തിനെൻ്റെ സ്വന്തം ചേട്ടൻ പോലും. ഇപ്പം നീയും. അമൽ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ നിൻ്റെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഒരുപാട് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് കരുതി പ്രേമിക്കാൻ പാടില്ലെന്നുണ്ടോ? നീയും എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? എനിക്ക് കൂടുതലൊന്നും നിന്നോട് പറയാനില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ എം സോറി. എന്നിട്ട് ഹലോ ഹലോ ചേട്ടാ, അത് പിന്നെ എനിക്കൊരു എന്നേലും പറയാനുണ്ടേ പറയടാ, ലഭിച്ചിട്ട് പോ. ചേട്ടാ, എന്നിട്ട് തന്നെ പുള്ളി എന്നാ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഉള്ളാന്നാ പറഞ്ഞേ. നീ എന്നാണ് ഇവിടെ ചുമ്മാ ഇരിക്കുന്നത്? ഞങ്ങളുടെ കൂടെ കളിക്കാൻ പാ. എടാ, ഈ 1:15 കൂടെ കളിക്കാൻ പോയ നമ്മുടെ സമയം കൂടെ പോ. നീ വാ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ എം സോറി. എന്നേലും പറയാനുണ്ടേ പറയടാ, ലഭിച്ചിട്ട് പോ. അമ്മ, ജീവിതത്തിൽ എല്ലാവരും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. എവിടെയെങ്കിലും എനിക്ക് ജയിക്കണ്ടേ? ജയിച്ചേ പറ്റൂ.
ഡാ കഥവ് തുറക്ക്. ഡാ എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഡാ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാ. ഡാ എന്താണ് ഇതൊക്കെ? വാക്ക് സ്റ്റിക്ക് ഇല്ലാതെ നീ എങ്ങനെ? അറിയില്ലേട്ടാ, ഇന്നലെ എല്ലാം അവസാനിപ്പിച്ചാ ഞാൻ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചു. എല്ലാം അവസാനിപ്പിച്ചെന്നോ? മനസ്സിലായില്ല. ഞാനിന്നലെ നമ്മുടെ അമ്മയെ കണ്ടു. അമ്മ എൻ്റെ അടുത്ത് വന്നു. അമ്മ എന്നെ തൊട്ടു. അമ്മയോ? മരിച്ചുപോയി നമ്മുടെ അമ്മയോ? ഏട്ടാ, ഇത് വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. ചേട്ടാ, ചേട്ടാ, എടുക്കടാ. ഹലോ. ഹലോ അമൽ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഹോ, താങ്ക് ഗോഡ്. എന്തേ? നത്തിങ്. ഞാനൊരു സ്വപ്നം കണ്ടു. നിനക്ക്? എനിക്ക്? ഹലോ ജാനകി, ഹലോ, ഞാൻ അമലിന്റെ ബ്രദറാ, അഖിൽ. ആ ചേട്ടാ, അമൽ പറഞ്ഞിട്ടുണ്ട്. നല്ലതൊന്നും പറയാൻ വഴി കാണില്ല ജാനകി. അമലിന് 8 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത്. അന്നു മുതലേ അമ്മയില്ലാത്തതിൻ്റെ വേദനയും ഫ്രസ്ട്രേഷനും എല്ലാം ഞാൻ അവനോട് തീർത്തുകൊണ്ടിരുന്നു. അമലിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. പക്ഷെ നീ കൊടുത്ത സ്നേഹത്തിൻ്റെ പകുതി പോലും സ്നേഹം എനിക്ക് അവന് കൊടുക്കാൻ സാധിച്ചില്ല. നിന്നെ സ്നേഹിച്ചിടത്തോളം അമൽ വേറെ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നീ ഒരു തവണ കൂടി അമലിനെ ഒന്ന് കാണണം. നീ ജീവിതത്തിൽ ഇത്രത്തോളം സർപ്രൈസ് ആയിട്ടുണ്ടാവില്ല. ചേട്ടാ, അമലിനൊന്ന് ഫോൺ കൊടുക്കുവോ? ജാനകി, എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം. ഷാൽ വി മീറ്റ്? ചേട്ടാ, മൺമറഞ്ഞു പോകുന്ന മാതാപിതാക്കൾ ഭൂമിയിലുള്ള അവരുടെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇടപെടുമെന്ന് പറയുന്നത് വെറുതെയല്ല. അടിയന്തര ഘട്ടങ്ങളിൽ വഴികാട്ടിയായി, ആപത് ഘട്ടങ്ങളിൽ താങ്ങായി അവർ രക്ഷയ്ക്കെത്തുന്നു. ഭൂമിയിലേക്ക് ഒരു നിഴലായി.